ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വണ്ടി ടെക്. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സീറ്റ് ബെൽറ്റ് ആണ്. സീറ്റ് ബെൽറ്റിനെ കുറിച്ചിട്ട് എന്താണ് ഇത്രമാത്രം പറയാനുള്ളതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത അല്ലെങ്കിൽ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങൾ സീറ്റ് ബെൽറ്റിനെ കുറിച്ചിട്ട് അറിയാനുണ്ടെന്ന്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിൽ കിടക്കാം. നമ്മളിൽ പല ആൾക്കാരും സീറ്റ് ബെൽറ്റ് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ ഒന്നുകിൽ പോലീസിനെ പേടിച്ചിട്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫൈൻ അടക്കാനുള്ള മടി കൊണ്ടാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വണ്ടിയിൽ കയറിയിരുന്ന് ഒരു സ്ഥലത്ത് പോയി തിരിച്ചു വരുന്നത് വരെ നമ്മളുടെ ജീവൻ എന്ന് പറയുന്നത് ഒരു 80% ഈ സീറ്റ് ബെൽറ്റിന് മുകളിൽ തന്നെയാണെന്ന് ഞാൻ പറയും. അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടുകഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്നുള്ളത്. സീറ്റ് ബെൽറ്റിൻ്റെ ഒരു ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സീറ്റ് ബെൽറ്റ് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ കൂളായിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് പുറത്തേക്ക് വരും. വിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ഫ്രീ ആയിട്ട് റിട്ടേൺ പോവുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഏത് സൈഡിലേക്ക് മൂവ് ചെയ്യാം, ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും, ഒരു കുഴപ്പമില്ല. പക്ഷെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന സമയത്ത്, ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് പിന്നെ നമ്മുടെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ സ്ലോ മോഷനിലായിരിക്കില്ല. നമ്മുടെ വണ്ടി എത്ര സ്പീഡിലാണ് പോകുന്നത് അതേ സ്പീഡിൽ തന്നെ നമ്മൾ ഈ സീറ്റിൽ നിന്ന് തെറിച്ചിട്ട് ഏത് ഭാഗത്തു നിന്നാണ് ഇമ്പാക്റ്റ് അതിനനുസരിച്ച് നമ്മൾ തെറിച്ചിട്ട് പോകും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ സീറ്റ് ബെൽറ്റ് വർക്ക് ചെയ്യുക എങ്ങനെയാണ്? നമ്മൾ ഫാസ്റ്റായിട്ട് നമ്മൾ സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഫ്രീ ആയിട്ട് വരും. നേരെ മറിച്ച് നമ്മൾ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ ലോക്ക് ചെയ്തിട്ട് ഇതുണ്ടാവും. ഇത് ഇന്ന് തന്നെ നിങ്ങളെ സീറ്റ് ബെൽറ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക, അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത്. ഫ്രീ ആയിട്ട് ഇങ്ങനെ ഒന്ന് വലിച്ചു നോക്കുക, ഇങ്ങനെ വരുന്നുണ്ടോ, അതുപോലെ റിട്ടേൺ പോകുന്നുണ്ടോ നോക്കുക. ഫാസ്റ്റായിട്ട് ഇങ്ങനെ വലിക്കുന്ന സമയത്ത് ഇങ്ങനെ ലോക്കായിട്ട് നിൽക്കുന്നുണ്ടോ നോക്കുക. ഇൻ കേസ് അങ്ങനെ നിൽക്കുന്നില്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് റീപ്ലേസ് ചെയ്യാം. കാരണം അതിൻ്റെ മുകളിൽ നിന്ന് റിസ്ക് എടുക്കാൻ നിൽക്കേണ്ട. കാരണം അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പണൻ്റ് ആണ് സീറ്റ് ബെൽറ്റ് എന്ന് പറയുന്നത്. എയർ ബാഗും സീറ്റ് ബെൽറ്റും നല്ല അടുത്ത കുടുംബക്കാരാണെന്ന് പറയാം. സീറ്റ് ബെൽറ്റ് ഇടാതെ ഒരു വണ്ടിയുടെ എയർ ബാഗ് വർക്ക് ചെയ്യില്ല. അതിപ്പോൾ ഒരു മാരുതി മുതൽ ലംബോഗിനി അല്ല, ബുഗാട്ടി അല്ല, ഫെറാറി അല്ല, അതിനപ്പുറമുള്ള ഏത് വണ്ടി ഉണ്ടെങ്കിലും ഏത് മാനുഫാക്ചറും അങ്ങനെ ഡിസൈൻ ചെയ്തിട്ടില്ല സീറ്റ് ബെൽറ്റ് ഇടാതെ എയർ ബാഗ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ എയർ ബാഗുള്ള വണ്ടിയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ഒരു യൂസ് കിട്ടണമെങ്കിൽ, മീൻസ് എയർ ബാഗ് വർക്ക് ചെയ്യണമെങ്കിൽ സീറ്റ് ബെൽറ്റ് നിർബന്ധമായിട്ട് യൂസ് ചെയ്യണം. ചില ആൾക്കാരെ എനിക്ക് തന്നെ അറിയാം, അതായത് പുതിയ വണ്ടിയൊക്കെ എടുക്കുന്ന സമയത്ത് ബേസ് മോഡൽ എടുക്കില്ല, അല്ലെങ്കിൽ മിഡ് ഓപ്ഷൻ എടുക്കില്ല, ഫുൾ ഓപ്ഷൻ എടുക്കും. മെയിൻ റീസൺ അവർ പറയുന്നത് വെച്ചാൽ അതിന് 2 എയർ ബാഗ് ഉണ്ട്, 4 എയർ ബാഗ് ഉണ്ട്, 12 എയർ ബാഗ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വണ്ടി എടുക്കും. പക്ഷേ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സീറ്റ് ബെൽറ്റ് യൂസ് ചെയ്യില്ല. നിങ്ങൾ ചില വ്ളോഗേഴ്സിനെ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അതായത് ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകുന്ന ലൊക്കേഷനിൽ പോയിട്ട് ആ വണ്ടീൻ്റെ ചുറ്റും നിന്ന് അതിൻ്റെ എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് ഡാമേജ് എന്നൊക്കെ പിന്നെ ഷൂട്ട് ചെയ്ത് അതിന് എത്ര എയർ ബാഗ് ഉണ്ട്, എവിടെയൊക്കെ എയർ ബാഗ് ഉണ്ട്, അതൊന്നും വർക്ക് ചെയ്തിട്ടില്ല. ഇത്രയും ക്യാഷ് കൊടുത്തിട്ട് വണ്ടി എടുത്തിട്ട്, ലക്ഷങ്ങൾ കൊടുത്തിട്ട് വണ്ടി എടുത്തിട്ട് ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് എയർ ബാഗ് വർക്ക് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു ബ്രാൻഡിനെ കുറ്റം പറയുന്നതൊക്കെ പിന്നെ നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ സംഭവിക്കുന്നത് സീറ്റ് ബെൽറ്റ് ഇടാതെ വണ്ടി ഓടിക്കുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ബ്രാൻഡിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്താലും മാത്രമേ ഇതിലുള്ള ഫങ്ഷൻസും ഒക്കെ വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് അതൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് എയർ ബാഗ് വർക്ക് ചെയ്യുന്നത് പല ക്രൈറ്റീരിയാസിൻ്റെ അടിസ്ഥാനത്തിലാണ്, അതായത് പല കാൽക്കുലേഷൻ്റെ ബേസിലാണ് എയർ ബാഗ് വർക്ക് ചെയ്യുക. ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എയർ ബാഗ് എപ്പോൾ വർക്ക് ചെയ്യണം, എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളത് കൺട്രോൾ ചെയ്യാൻ എയർ ബാഗുള്ള വണ്ടിയുള്ള ഒരു കൺട്രോൾ മൊഡ്യൂൾ ഉണ്ടാവും, കൺട്രോൾ യൂണിറ്റ്. അതിൻ്റെ ഒരു മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയാം. അപ്പോൾ ഈ ഒരു കൺട്രോൾ യൂണിറ്റിന് പല ഭാഗത്തു നിന്നുള്ള സെൻസേഴ്സിൻ്റെ ഇൻപുട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ എയർ ബാഗ് വർക്ക് ചെയ്യുള്ളൂ. അതായത് വണ്ടിയിൽ ആക്സിഡൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ട്, അതുപോലെ നമ്മൾ സീറ്റിൽ ഇരുന്നിട്ടുണ്ടോ, നമ്മൾ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻസേഴ്സ് ഉണ്ട്. ചെറിയൊരു തട്ടൽ മുട്ടലൊന്നും എയർ ബാഗ് വർക്ക് ചെയ്യില്ല. ആ ഒരു ഇമ്പാക്റ്റ് പ്രോപ്പറായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എയർ ബാഗ് വർക്ക് ചെയ്യൂ. അപ്പോൾ എയർ ബാഗ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ കോമ്പണൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ വേറൊരു വീഡിയോയിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യാം. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സീറ്റ് ബെൽറ്റ്. നമ്മൾ സീറ്റ് ബെൽറ്റ് സീറ്റ് ബെൽറ്റ് നമ്മൾ ഇടുന്ന സമയത്ത് ഇവിടെ കണ്ടോ ഒരു സീറ്റ് ബെൽറ്റ് ബക്കിളാണ് നമ്മളിത് ലാച്ച് ചെയ്ത് ഇടുന്നത്. അപ്പോൾ സീറ്റ് ബെൽറ്റ് ബക്കിളിൻ്റെ കൂടെ തന്നെ അവിടെ ഒരു സ്വിച്ച് അല്ലെങ്കിൽ സെൻസർ ഉണ്ടാവും. അപ്പോൾ ഇത് ഡിറ്റക്ട് ചെയ്യുന്നുണ്ട് നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടുന്നുണ്ടോ ഇല്ല എന്നുള്ളത്. ഈ ഒരു സെൻസറിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു സ്വിച്ചിൻ്റെ ഫീഡ്ബാക്ക് പോകുന്നത് ഈ ഒരു കൺട്രോൾ യൂണിറ്റിലേക്കാണ്. അപ്പോൾ ഈ കൺട്രോൾ യൂണിറ്റിന് അറിയാം ഇന്ന് പാസഞ്ചർ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ട് എന്നുള്ളത്. അതിൻ്റെ ബേസിലാണ് എയർ ബാഗ് വർക്ക് ചെയ്യുക. അതുപോലെ തന്നെ കോ പാസഞ്ചർ എയർ ബാഗ് ഒക്കെ വർക്ക് ചെയ്യണമെങ്കിൽ അവിടെ ഓക്യുപ്പൻസി ഡിറ്റക്ഷനും അതുപോലെയൊക്കെ പല സെൻസേഴ്സ് ഉണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ പിന്നെ ചെയ്യാം. എല്ലാ മാനുഫാക്ചേഴ്സും സീറ്റ് ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ എയർ ബാഗ് വർക്ക് ചെയ്യൂ എന്നുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് എയർ ബാഗ് വർക്ക് ചെയ്യുക,
അത്രയും ഫാസ്റ്റായിട്ട് അത്രയും ഫോഴ്സിലായിരിക്കും. അതായത് ഒരു ആക്സിഡന്റ് ഉണ്ടായി 0.3 മില്ലി സെക്കൻഡ്സിനുള്ളിൽ തന്നെ നമ്മൾ കണ്ണടിച്ച് തുറക്കുന്നതിന് മുന്നേ എയർ ബാഗ് ഡിപ്ലോയ് ചെയ്ത് പുറത്ത് വന്ന് എയർ ബാഗ് പൊട്ടി നമ്മളതിൽ ലാൻഡ് ചെയ്തിട്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും ഫോഴ്സിൽ അത്രയും ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു എയർ ബാഗ് നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടാതെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക നിങ്ങൾ ഇമാജിൻ ചെയ്ത് നോക്കിയാൽ മതി. അതായത് നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടാതെ ഇവിടെ ഇരിക്കുന്നു, ഒരു ആക്സിഡന്റ് ഉണ്ടാകുന്നു, നമ്മൾ തെറിച്ച് മുന്നോട്ട് പോകുന്നു, എയർ ബാഗ് ഈ പറഞ്ഞ ഫോഴ്സിൽ പൊട്ടി പുറത്തേക്ക് വരുന്നു, നമ്മൾ എയർ ബാഗിന്റെ മുകളിലേക്ക് തെറിച്ച് വീഴുന്നു. നമ്മൾ എവിടെ എങ്ങനെ പോകുന്നൊക്കെ ഉള്ളത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. അത്രയും സിവിയർ ആയിട്ടുള്ള ഇഞ്ചറീസ് നമുക്ക് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു മാനുഫാക്ചറും ഡിസൈൻ ചെയ്തില്ല നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടാതെ എയർ ബാഗ് വർക്ക് ചെയ്യുന്ന രീതിയിൽ. അതുകൊണ്ട് തന്നെയാണ് സീറ്റ് ബെൽറ്റും എയർ ബാഗും തമ്മിൽ നല്ല അടുത്ത കുടുംബക്കാരാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതിന്റെ കൂടെ തന്നെ ആഡ് ഓൺ ചെയ്യേണ്ട വേറൊരു കാര്യമാണ് സീറ്റ് ബെൽറ്റ് പ്രീ ടെൻഷനെ കുറിച്ചിട്ട്. അതായത് നമ്മൾ നേരത്തെ സീറ്റ് ബെൽറ്റിന്റെ നോർമൽ ഓപ്പറേഷൻ പറഞ്ഞു, ഇതുപോലെ ഫ്രീ ആയിട്ട് വരും, ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ തെറിച്ച് പോകുമ്പോൾ നമ്മളെ ആ ഒരു ഫാസ്റ്റ് മൂവ്മെന്റിൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്തിട്ട് ഇവിടെ ഹോൾഡ് ചെയ്ത് നിർത്തുന്നുള്ളത്. അതിന് പുറമെ സീറ്റ് ബെൽറ്റ് ഇൻബിൽറ്റ് ആയിട്ടുള്ള വേറൊരു ഫംഗ്ഷനാലിറ്റിയാണ് സീറ്റ് ബെൽറ്റ് പ്രീ ടെൻഷനർ. അത് ഇതിന്റെ കൂടെ തന്നെ എയർ ബാഗിന്റെ കൂടെ തന്നെ കമ്പൈൻ ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാലിറ്റിയാണ്. അപ്പോൾ ഒരു ആക്സിഡന്റ് ഉണ്ടായി, അപ്പോൾ നമ്മൾ ഈ ഒരു മൂവ്മെന്റിന് മുന്നേ തന്നെ നമ്മൾ തെറിച്ച് പോകുന്നതിന് മുന്നേ തന്നെ നമ്മളെ സീറ്റ് ബെൽറ്റ് ഒന്ന് വലിച്ച് എന്താ പറയുക ബാക്കോട്ടേക്ക് വലിച്ചിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് നമ്മളിവിടെ നിർത്തും. എയർ ബാഗ് പൊട്ടി പുറത്ത് വരുന്ന സമയത്ത് ചെറുങ്ങനെ ഇതൊന്ന് റിലീസ് ചെയ്തിട്ട് നമ്മൾ എയർ ബാഗിലേക്ക് പ്രോപ്പറായിട്ട് ലാൻഡ് ചെയ്യുന്ന രീതിയിൽ ഇതിനെ സീറ്റ് ബെൽറ്റിനെ ഹോൾഡ് ചെയ്ത് നിർത്തുന്ന ഒരു ഫംഗ്ഷനാണ് സീറ്റ് ബെൽറ്റിന്റെ പ്രീ ടെൻഷനർ എന്ന് പറയാം. അപ്പോൾ അത് എയർ ബാഗ് ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരു പ്രാവശ്യം മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അത് ആ ഒരു കോമ്പണന്റ് അപ്പോൾ റീപ്ലേസ് ചെയ്യേണ്ടി വരും. എയർ ബാഗ് ഉള്ള വണ്ടികളിലൊക്കെ തന്നെ ഈ ഒരു സീറ്റ് ബെൽറ്റ് പ്രീ ടെൻഷനർ ഉണ്ടാവും. അത് പിന്നെ ഒരു ആക്സിഡന്റ് ആയി കഴിഞ്ഞ് നമ്മൾ എയർ ബാഗ് ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എയർ ബാഗ് ആയാലും അതുപോലെ തന്നെ ഈ പ്രീ ടെൻഷനറും സീറ്റ് ബെൽറ്റൊക്കെ പിന്നെ നമ്മൾ എന്താ പറയുക അത് റീയൂസ് ചെയ്യാൻ പറ്റില്ല, അത് റീപ്ലേസ് ചെയ്തേ പറ്റൂ. എയർ ബാഗ് വെച്ച് അത് പാസഞ്ചർ സൈഡ് എയർ ബാഗ് ഒക്കെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഡാഷ്ബോർഡ് മാറണം, സെപ്പറേറ്റ് വരുന്നതാണെങ്കിൽ ആ കോമ്പണന്റ് മാത്രം മാറിയാൽ മതി. അപ്പൊ അങ്ങനെ ഒക്കെ ഉണ്ട്. കാരണം ഇതിനൊന്നും നമ്മൾ അങ്ങനെ ഒരു എന്താ പറയാ കാരണം ഈ ഒരു പാർട്സിനൊക്കെ നമ്മൾ ചെലവാക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ജീവന്റെ വിലയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അത് അത്രത്തോളം നമ്മൾ ലൈഫ് സേവിങ് ആയിട്ടുള്ള കോമ്പണൻസ് ആണ് ഈ എയർ ബാഗും സീറ്റ് ബെൽറ്റും ഒക്കെ ഉള്ളത്. അപ്പോൾ ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് നമ്മൾ യൂസ് ചെയ്യുക. അല്ലാതെ നമ്മൾ വെറുതെ പിന്നെ ഇങ്ങനൊരു ലോസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടാക്കുന്നത് നമ്മുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണെന്നുള്ള ഒരു ധാരണ നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാകും. നമ്മളിപ്പോൾ ഒരു ഷോർട്ട് ഡിസ്റ്റൻസ് ചില ആൾക്കാർക്ക് ഒരു ശീലമുണ്ട്, പിന്നെ ഷോർട്ട് ഇപ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി ചിലപ്പോൾ അടുത്ത് എന്തെങ്കിലും ഒരു സാധനം വാങ്ങാനൊക്കെ പോകുന്ന സമയം അത്രയല്ല 1 കിലോമീറ്റർ 2 കിലോമീറ്റർ അല്ലേ, അപ്പോൾ അതിന് സീറ്റ് ബെൽറ്റ് ഇടണ്ടെന്നുള്ള രീതിയിൽ കൂളായിട്ട് പോയി വരുന്നവരുണ്ടാവും. ഈ ആക്സിഡന്റ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴാണ് എങ്ങനെയാണ് സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല. എപ്പോഴും നമ്മൾ അലേർട്ടായിരിക്കണം. നമ്മൾ വണ്ടിയിൽ കയറി ഇരുന്ന ഉടനെ തന്നെ സീറ്റ് ബെൽറ്റ് ഇടുക എന്നുള്ള ഒരു ശീലം ഉണ്ടാക്കിയെടുക്കും. അതുപോലെ തന്നെ നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടുന്നതിന് രീതിയുണ്ട്. നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ സീറ്റ് ബെൽറ്റ് ഇവിടുന്ന് എടുത്ത് ചൊറച്ച് പിടിച്ചിട്ട് ഇങ്ങനെ ഇടുന്നതിന് പകരം നേരെ അതിൻ്റെ ഫേസിംഗ് ഒക്കെ കറക്റ്റ് ആക്കിയിട്ട് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക. അതുപോലെ നമ്മൾ ഈ താഴത്തെ സീറ്റ് ബെൽറ്റിൻ്റെ താഴത്തെ പോർഷൻ ഉണ്ടല്ലോ, അത് നമ്മൾ വയറിന് താഴെ വരുന്ന രീതിയിലാണ് എപ്പോഴും വെക്കേണ്ടത്. വയറിൻ്റെ മുകളിൽ വരുന്ന രീതിയിലല്ല അത് അതിൻ്റെ പൊസിഷൻ വെക്കേണ്ടത്. ഓക്കെ, പിന്നെ ചില അതിബുദ്ധിമാന്മാർ വേറെ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ അതിൻ്റെ വാർണിംഗ് ഉണ്ടാവും. അതുപോലെ തന്നെ അലാം ഇങ്ങനെ അടിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടോ, ടിൻ 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 എന്നിട്ട് അടിക്കുന്നുണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, ഇങ്ങനെ എടുത്തിട്ട് ഇതിലൂടെ ഇവിടെ ലോക്ക് ചെയ്താടെ വെക്കും. അപ്പോൾ ആണെങ്കിൽ വാർണിംഗ് ഇല്ല, അലാം ഇല്ല, ഒന്നുമില്ല, നമ്മൾ സേഫായി, നമുക്കൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നുള്ളത് നിങ്ങൾ നേരത്തെ പറഞ്ഞത് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഇതുപോലെ വേറൊരു സാധനം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സീറ്റ് ബെൽറ്റ് ബക്കിളിൽ ലോക്ക് ചെയ്ത് വെക്കുന്ന അഡാപ്റ്റർ മാത്രം സെപ്പറേറ്റ് നമുക്ക് വാങ്ങാൻ കിട്ടും. അതുപോലെ അതിൽ എന്താ പറയുക ആ ഒരു ബക്കിളിൽ അങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചിട്ട് ഡ്രൈവ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾക്ക് വരുന്ന കസ്റ്റമേഴ്സ് തന്നെ ഒരുപാട് അങ്ങനെ എന്താ പറയുക ലക്ഷറി വണ്ടി വാങ്ങിയിട്ട് തന്നെ കസ്റ്റമേഴ്സ് അതിൽ ലോക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ അതിനെക്കുറിച്ചുള്ളൊരു അറിവില്ലായ്മയാണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അങ്ങനെ അതിൽ ലോക്ക് ചെയ്തിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ ഒക്യുപ്പൻറ്റ് ഡിറ്റക്ഷൻ നമ്മളിവിടെ ഇരുന്നിട്ടുണ്ട് എന്നുള്ളതും അതുപോലെ നമ്മളെ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ട് എന്നാണ് നമ്മുടെ ഈ പറഞ്ഞ എയർ ബാഗ് കൺട്രോൾ യൂണിറ്റ് ഡിറ്റക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ കാരണം ഈ ബക്കിളിൽ ഇങ്ങനെ ഈ ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ അതവിടെ ആ ഒരു സീറ്റ് ബെൽറ്റ് എന്നുള്ള ഫീഡ്ബാക്ക് പോകാന്ന് വെച്ചാൽ സീറ്റ് ബെൽറ്റ് ഇവിടെ ഇട്ടിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ
അതിന്റെ ബേസിൽ ആക്സിഡന്റ് ഉണ്ടാകുന്ന സമയത്ത് എയർ ബാഗ് വർക്ക് ചെയ്യും, നമ്മൾ തെറിച്ചിട്ട് പോകും, എയർ ബാഗ് പൊട്ടി പുറത്തേക്ക് വരും, നമ്മൾ എവിടെയെങ്കിലൊക്കെ വണ്ടീനെ പുറത്തേക്ക് തെറിച്ച് പിന്നെ പല രീതിയിലുള്ള പിന്നെ നമ്മുടെ ജീവൻ തന്നെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് സീറ്റ് ബെൽറ്റ് യൂസ് ചെയ്യുക. നമ്മളിപ്പോൾ ഒരു പോലീസിനെ പേടിച്ചിട്ട് അല്ലെങ്കിൽ ഫൈൻ അടക്കാനുള്ള മടി കൊണ്ടൊന്നല്ല സീറ്റ് ബെൽറ്റ് യൂസ് ചെയ്യേണ്ടത്. ഇത് നമ്മുടെ ജീവൻ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു കോമ്പണന്റ് ആണ് എന്നുള്ളൊരു ധാരണ നമ്മൾ മൈൻഡിൽ വെച്ചിട്ട് അത് അങ്ങനെ തന്നെ ആ രീതിയിൽ തന്നെ യൂസ് ചെയ്യുക. ഓക്കെ, അത് എന്തുകൊണ്ടും നമ്മുടെ ജീവൻ സംരക്ഷിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇതിന്റെ കൂടെ തന്നെ പറയേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഫ്രണ്ടിലുള്ള പാസഞ്ചേഴ്സ് മാത്രമല്ല എയർ ബാഗ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ പലർക്കും ഉണ്ട്. റിയറിലുള്ള പാസഞ്ചേഴ്സ് നിർബന്ധമായിട്ടും സീറ്റ് ബെൽറ്റ് വെയറേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കുട്ടികളൊക്കെ ആയിട്ട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് അവരെ നമ്മൾ എന്താ പറയുക ഫ്രണ്ട് സീറ്റിൽ നമ്മൾ മടിയിലൊക്കെ ഇരുത്തിയിട്ട് യാത്ര ചെയ്തൊരു പ്രവണതയുണ്ട്. ശരിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല. കുട്ടികളുടെ സീറ്റ് എന്ന് പറയുന്നത് റിയറിൽ അവർക്ക് സെപ്പറേറ്റ് ചൈൽഡ് സീറ്റ് വെച്ചിട്ട് അതിലാണ് ശരിക്കും ട്രാവൽ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിരുന്നു. അതായത് ഒരുപാട് ആൾക്കാർക്ക് അറിയാം, എന്നാലും പല ആളുകൾക്ക് നമ്മുടെ ചുറ്റുപാടുള്ള ഒരുപാട് ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് ധാരണ ഇല്ല എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ടോപ്പിക്ക് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും അങ്ങനെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഇനി കൂടുതൽ ഓട്ടോമോട്ടീവ് റിലേറ്റഡ് ആയിട്ടുള്ള ടെക്നിക്കൽ വീഡിയോസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതും എന്തൊക്കെയാണ് ടോപ്പിക്സ് എന്നുള്ളതും കൂടെ കമന്റ് ചെയ്യുക. എന്തായാലും അഭിപ്രായം അറിയിക്കുക, പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും. കാരണം നെഗറ്റീവ്സ് അറിയിച്ചാൽ മാത്രമേ നമ്മൾ അടുത്ത വീഡിയോസിൽ നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണം കേട്ടോ, അത് പ്രത്യേകിച്ച്. കാരണം വീഡിയോസ് ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും വരും. അപ്പോൾ എന്തായാലും മറ്റൊരു ടോപ്പിക്കായി അടുത്ത വീഡിയോയിൽ കാണാം. കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. താങ്ക് യു സോ മച്ച്.